ഇതാണെന്നാണ് പറയുന്നത് അത്ര. അതുപോലെ അപ്പുറത്ത് പാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാവും ഊടയും കൂടിയിട്ടാണ് നമുക്കൊരു സിൽക്ക് സാരി വരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ സിൽക്ക് നൂല് വരുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ, സിൽക്ക് ഉണ്ടാക്കണ എങ്ങനെയാണ്. അതായത് പട്ടുനൂൽ പുഴുവിനെ അതിൻ്റെ പ്രോസസ്സിൽ വരുന്ന സിൽക്ക് ഇവിടേക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. പ്യുവർ സിൽക്ക്. നല്ല രസമുണ്ടല്ലേ, തൊടുമ്പോ തന്നെ എന്ത് സോഫ്റ്റ് അല്ലേ. ശരിക്കും നമ്മളുടെ സാധാ മെഷീൻ പോലെ തന്നെ ബോബിലെ നൂല് താഴേന്ന് ഇതും മറ്റേത് പാവ് എന്ന് പറയുന്നത് മുകളിൽ കൂടി ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ. നേരത്തെ ബോബിൻ വൈൻഡിങ് നമ്മൾ കണ്ടായിരുന്നു. ആ കഴിഞ്ഞിട്ടുള്ള നൂലാണിത്. അപ്പോൾ ഈ നൂലാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഇതെന്തായിരുന്നു പെൺ ബൈൻഡിലേക്ക് മാറ്റുന്നത്. ഈ വൈൻഡിങ്ങിൽ ഇതുപോലത്തെ ഇതിലാണ് നമ്മൾ നൂല് ചുറ്റി ഇങ്ങനെ എടുക്കുന്നത്. അത് ഇത്ര അളവിൽ മാത്രമേ ഇവർ നൂല് ചുറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിവിടെ ഒരു ലോക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ലോക്കായി. ഈ സാധനത്തിൽ ഇവിടെ 2 ഹോളുണ്ട്. ഇതിലാണ് നൂല് കുറക്കുന്നത്. എന്നിട്ട് നെയ്യുന്ന സമയത്താണ് ഇതിന്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ട് നമുക്ക് ഇനി കാണാൻ തോന്നുന്നു. നെക്സ്റ്റ് പ്രോസസ് കാണാൻ തോന്നുന്നു. അങ്ങനെ ഇത് ലൂസായി കിടക്കണം. ക്വാണ്ടിറ്റി ഇതിൽ കിട്ടുള്ളൂ. അതെ, അതുകൊണ്ടാണ് ഇത്ര നൂല് വെക്കുന്നത്. സിൽക്ക് മെറ്റീരിയൽ നമ്മൾ ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നത് അതാണ് ഈ സംഭവം പറയുന്നത്. പ്ലെയിൻ മെറ്റീരിയൽ അതാണിത്. ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാവ് എന്ന് പറയുന്നത്. നമ്മള് അതന്നെ പറയാനും കിട്ടുന്നില്ല. ഇതാണ് പാവ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനുണ്ടല്ലോ റെക്ക എന്നാണ് ഒരു പേര് പറയുന്നത്. റെക്ക. അതുപോലെ ഇതിനെ റീഡ് എന്ന് പറയുന്നുണ്ട്. അത് നോക്ക്, ഇത് നോക്ക്. ഇത് ഓരോ നൂലും അവര് കൈകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുന്നതെന്നാ പറയുന്നത്. ഓരോ നൂലും എത്ര നേരത്തെ പണിയായിരിക്കും. 6000 ഇഴയുണ്ടെന്നാ പറയുന്നത്. അത് ഓരോന്നും അവര് കോർത്തെടുക്കുകയാണെന്നാ പറയുന്നത്. കണ്ടോ, ഒരുപാട് സമയം എടുക്കൂല്ലേ ഇവർക്ക്. നമ്മൾ അവിടെ നിന്ന് പേൺ വൈൻഡിങ് കണ്ടോ, അതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തേക്കാണ് കണ്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അത് നെയ്യുമ്പോ ഇത് അറ്റം വരെ, ഈ തറിയുടെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരും. ഇത്
നമ്മുടെ സാരിയുടെ ബോർഡർ ഉണ്ടല്ലോ അതിന്റെ കസവ് വെക്കുന്ന സാധനം എന്താണെന്ന് പറയുന്നത്. ഇതിനെന്താ പേര് പറയുന്നത്? അങ്ങനെ പേര് പ്രത്യേകിച്ച് വരുന്നില്ലല്ലോ. പ്രത്യേകിച്ച് വരുന്നില്ല. ഹാൻഡ് ആയിട്ടുള്ള കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണ്. ജക്കാർഡിലായാലും കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നൂല് നമ്മൾ തന്നെ കോർക്കണം. കോർത്തിട്ട് തന്നെയാണ് ചെയ്യണത്. ഇത് കൈകൊണ്ട് നമ്മൾ ശരിക്കും മെഷർമെന്റ് എടുത്തിട്ട് ചെയ്യണം. ജക്കാർഡിലാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇത് ചവിട്ടുമ്പോൾ ആ നൂല് ശരിക്കും പൊന്തും. ശരി. അപ്പം നമുക്ക് അതിൽ കൂടെ മാത്രം കോർത്താൽ മതി. ഇതാകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അളവെടുത്തിട്ട് ഇതിലേക്ക് കോർക്കണം. ഇപ്പൊ ആ കാണുന്ന ഡിസൈൻ അല്ലല്ലോ നമുക്ക് പുറമേക്ക് കാണുന്നത്. ഇതൊരു എമ്മ പോലെ വരും പുറമേക്ക്. ഇത് ഫുള്ളായിട്ടില്ലേന്, ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളൂ. ഡിസൈൻ സാരിയാണ് അല്ലേ? ഈ ഡിസൈനുകൾക്ക് എന്തെങ്കിലും പേരുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മാങ്ങ ഡിസൈൻ എന്നൊക്കെ പറയണ പോലെ അങ്ങനെ എന്തെങ്കിലും? ജക്കാർഡ് ഡിസൈൻ. ഇത് ഒരു സാരി ചെയ്ത് കഴിയാനൊക്കെ എത്ര ദിവസം പഠിക്കും? പിന്നെ സ്പീഡ് അനുസരിച്ചായിരിക്കും. ഫുൾ ടൈം ചെയ്ത് 2-3 ദിവസം പഠിക്കാം. ഈ കാർഡ് നിങ്ങൾ തന്നെയാണോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്? അതെങ്ങനെ വാങ്ങാൻ കിട്ടുമോ? നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്യിക്കും. ഓക്കെ. അപ്പൊ അത് ആ ഹോളിന്റെ ഉള്ളിലേക്കാണോ ഈ നൂല് അതിൽ കൂടെയാണോ വരുന്നത്? അത് ശരി. കളേഴ്സ് ഒക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. ഡിസൈൻ അതിൽ വരും, കളർ നമ്മുടെ. ഇതിൽ കൂടെയാണ് ഡിസൈൻ വരണേന്നാ പറയുന്നത്. ഇതിനായിട്ട് പ്രത്യേകം കോഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല ഉണ്ടോ? അപ്പൊ ആ ഡിസൈൻ അനുസരിച്ചായിരിക്കും ഓരോ ഹോളിൽ കൂടെ നൂല്. അതെ 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 അതെ. 1000 കാർഡ് ഉണ്ടാവും ഒരു ഡിസൈൻ വരണമെന്നുള്ളത്. തലപ്പടിക്കുമ്പോൾ തലപ്പല ഫുൾ ഡിസൈൻ ആകുമ്പോൾ എത്ര കാർഡ് വേണം? ഒരു 800 to 1000 കാർഡ്സ് നമുക്ക്. 800-നും 1000-നും ഇടയ്ക്കുള്ള കാർഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സാരിക്ക് ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഒരു കാർഡ് വെച്ചിട്ടാണോ ചെയ്യുന്നത്? 15 സാരിയോളം ചെയ്യാൻ പറ്റും. അതെ അല്ലേ? ഒരു കാർഡ് വെച്ചിട്ട് 15 സാരിയോളം ചെയ്യാന്നാണ് പറയുന്നത്. ഈ ഒരു കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പീസാണോ? ഇതൊരു പീസ്, ഇതാണ് ഒരു കാർഡ്. അങ്ങനെ 1000-നടുത്ത് കാർഡ് ഇതിലുണ്ട്. ഓ, അപ്പൊ ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്കൊരു 15 സാരിയോളം ചെയ്യാം, അതാണ് പറയുന്നത്.
പോകുന്നത് സ്പിന്നിങ് യൂണിറ്റ് ആണ്. ഇവിടെയാണ് മുണ്ടുകൾക്ക് ആവശ്യമായ നൂല് ചർക്കയിൽ നൂറ്റെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇങ്ങനെ ആക്കിയതാണോ? സ്ലൈവർ എന്ന് പറയും ആദ്യം ഇതിനെ. ഇതാണോ? ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഇത് സ്ലൈവർ. ഇതാണ് ശരിക്കും ചർക്ക. അപ്പൊ നമ്മുടെ ഗാന്ധിജി ചർക്കയല്ല. ഗാന്ധി ചർക്കയല്ല, അതിൽ കുറച്ചും കൂടെ പുരോഗമനായിട്ട്. അതെ അതെ മോഡേൺ ആയിട്ട്. ഇതിൽ ഇങ്ങനെ ആവും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലേ? ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ അതെ. ഇത് സാരിയിലേക്ക് യൂസ് ചെയ്യും? സാരിയിലേക്ക് യൂസ് ചെയ്യില്ല, മുണ്ടിലേക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. മുണ്ടാണ് ശരിക്കും. സെറ്റ് മുണ്ടൊക്കെ സെറ്റ് മുണ്ടല്ല, പറ്റില്ല. ഡബിൾ കാവി മുണ്ടില്ലേ? കാവി, ലൈറ്റ് കളർ കാവി, ഡാർക്ക് കളർ കാവി. കളറൊക്കെ എങ്ങനെയാ വരുന്നത്? ഡൈ ചെയ്യും. അത് ശരി, അത് ഡൈ ചെയ്തിട്ടാണ് ആ കളർ വരുന്നത്. ഇപ്പൊ പല കളർ വരുന്നുണ്ട്. ഇതാണ് ശരിക്കും ഒറിജിനൽ കളർ. ഇതാണ്. പിന്നെ ഡൈ ചെയ്യും, കളറാക്കാം, കാവി കളറാക്കിയിട്ട് കളേഴ്സ് വരുന്നുണ്ട്, ഗ്രേ, മെറൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു സാരി ഇതാ കംപ്ലീറ്റ് ആയി. സാരി നെയ്യുന്ന പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ്, ഫൈനൽ പ്രോസസ്സാണ് സാരി ഫോൾഡിങ് എന്ന് പറയുന്നത്. ഇതിന് 2 പേരുടെ ആവശ്യമുണ്ട് ഈ ഒരു സാരി ഫോൾഡ് ചെയ്തെടുക്കുന്നതിന്. ഇത് നമ്മളുടെ നെയ്ത്തുശാലയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഷോറൂമാണ്. അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾക്ക് ഇവിടെയും അതുപോലെ മറ്റ് ഷോറൂമുകളും അവൈലബിൾ ആണ്. ഇവിടെ സാരി മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. ഇത് നമ്മൾ അവിടെ നെയ്ത് കണ്ട ഡിസൈനാണെന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ അവിടെ നെയ്യുമ്പം ഈ ഒരു ഭാഗമാണ് കണ്ടുവരുന്നത്. ഇതാണ് നമ്മൾ പുറത്തേക്ക് കണ്ടുവരുന്നത്. പക്ഷെ നെയ്ത് കഴിഞ്ഞ് സാരി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇത് മുന്താണിയാണ്. ഇപ്പൊ കൂടുതലും ബോർഡർ ഇല്ലാത്ത സാരിയാ വരണത് തോന്നുന്നു അല്ലെ? ഇപ്പൊ ഇതാ ഫാഷൻ തോന്നുന്നു. എന്ത് നല്ല തിളക്കല്ലേ, പച്ച കളറൊക്കെ കാണുമ്പോ എന്താ ഭംഗി. ഇവൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട കളർ. ഇത് നൂലാണ് അല്ലേ? റേറ്റ് എത്രയാണ്? 8360. ജക്കാർഡിൽ ചെയ്ത സാരി നമ്മളവിടെ നിറയെ ഡോട്ട് ഡിസൈൻ ആയിട്ടുള്ളത് കണ്ടിരുന്നു. അതിൽ ചെയ്ത വർക്കാണിത്. ഈ സാരി ഡിസൈൻ ചെയ്തത്. ഇതിന് എത്ര എമൗണ്ട് വരുന്നത്? 8360 ഈ സാരിയുടെ റേറ്റ് വരുന്നത്. ഇതിൽ അവിടെ ഇങ്ങനത്തെ ഡിസൈൻസ് ഉണ്ട്. എൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കുക, എടുക്കുക. ഇതിന് എത്ര രൂപ വരുന്നത്? 1380. അപ്പോൾ ഇത്രയും വർക്കൊക്കെ ചെയ്താൽ 1380 രൂപയാണ് ഇതിന് വരുന്നുള്ളൂ. വേറെ കളറുണ്ട്, ത്രെഡ് വർക്ക്സ്, ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ ഇതിന് 30% ഡിസ്കൗണ്ടും ഉണ്ട്. നേരിട്ട് റിബേറ്റ് ഉള്ള സമയത്താണെങ്കിൽ 30%, അല്ലെങ്കിൽ 20%. 20% നമുക്ക് ഡിസ്കൗണ്ടും ഉണ്ട്. ഇതാണ് പരുത്തിച്ചെടി. ഇതാണ് ഈ കായ ഉണ്ടായിരിക്കണം. ഈ കായ നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടും.
ആ പൊട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ പരുത്തി. ഇതാണ് പഞ്ഞി, ശരിക്കുള്ള കോട്ടൺ, പ്യുവർ കോട്ടൺ ആണിത്. ഇതിൽ നിന്നാണ് ഉണ്ടാക്കണ കോട്ടൺ നൂലൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്, കുഞ്ഞ് വിത്തുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതതിൻ്റെ വിത്താ. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞേ വിത്തുണ്ട്. ആ വിത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഉണ്ടാവും. കൊച്ചു വിത്ത്, കുറെ വിത്തുണ്ട് കേട്ടോ അതില്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഖാദി സാരി നെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ബ്ലാ 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 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. കൂട്ടത്തിലൊരു ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.